ഈയിടെ എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന പേഴ്സണൽ മെസ്സേജുകൾ ഒന്നാണിത്. എന്താ ഇത്? എനിക്ക് എത്ര പഠിച്ചിട്ടും 50 മാർക്കിന് മുകളിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല നിഹാൽ സാറേ. എത്ര പഠിച്ചിട്ടും 50 മാർക്കിന് മുകളിലേക്ക് എനിക്ക് എൻ്റെ മാർക്കിന് എത്തിക്കാൻ കഴിയുന്നില്ല. എന്താണ് എൻ്റെ പ്രശ്നം? ഇതിനൊരു സൊല്യൂഷൻ തരുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എത്ര പേർക്ക് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്? നിർബന്ധമായി വീഡിയോ പോസ്റ്റ് ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ ശരിക്കും നിങ്ങൾ ഫൈനൽ എക്സാമിന് നിങ്ങൾ സീരിയസ് ആയി പഠിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കറിയാലോ, ഫൈനൽ എക്സാം വരാൻ വേണ്ടി പോകുന്നത് മാർച്ച് മാസത്തിലാണ്. ഏത് മാസം? ജനുവരി ആണോ, ഡിസംബർ ആണോ, ജൂൺ ആണോ, ഏത് മാസത്തിലാണ് നിങ്ങൾ കൃത്യമായി പഠിക്കാൻ ആരംഭിച്ച്? ഈ 2 കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഇനി എന്താണ് നിങ്ങളുടെ ഈ പ്രോബ്ലം? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര പഠിച്ചിട്ടും 50 മാർക്കിലേക്ക് ഒരു B+ മുകളിലേക്ക് എയിലേക്കോ A+ലോ നിങ്ങൾക്ക് എത്താൻ സാധിക്കാത്തതിന്റെ റീസൺ എന്താണ്? അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി മറന്നു പോകുന്നതിന്റെ റീസൺ എന്താണ്? ഈ 2 കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്പർ 1 നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പഠിച്ചു തുടങ്ങിയത് വളരെ ഏർലിയസ്റ്റ് അല്ലെങ്കിൽ വളരെ അടുത്താണ്. വളരെ എനിക്ക് തോന്നുന്നു 1 മാസമോ അല്ലെങ്കിൽ 1 മാസം നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടായിട്ടുള്ളൂ. നിങ്ങൾ സീരിയസ് ആയിട്ട് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ, കുറച്ച് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം, യാഥാർത്ഥ്യം. കാരണം അത്രയും കാലം ഒരുപാട് സബ്ജക്ട്, 10ലധികം സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ SLC പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10ലധികം സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ഹയർ സെക്കൻഡറി പഠിക്കുന്ന വിദ്യാർത്ഥികൾ 6 സബ്ജക്റ്റ് ആണെങ്കിൽ കുറേ കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഒരു മാസം കൊണ്ട് നമ്മുടെ തലയിലേക്ക് അങ്ങനെ കയറ്റുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, ഏതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്? ഞാൻ ഇത് പഠിക്കണം, അത് ആകെ നമ്മൾ സ്കാറ്റേർഡായി കിടക്കണം. നമ്മുടെ മുന്നിൽ നമ്മളെ അമ്മ എന്താണ്, നമ്മൾ അലക്കിക്കൊണ്ടുവന്ന വസ്ത്രങ്ങളൊക്കെ നമ്മളെ കട്ടിന് മേലെ കൊണ്ടുപോയിടും. എല്ലാം കൂടി മറിഞ്ഞു അല്ലേ? പിന്നെ അത് ആ ഒരു അവസ്ഥയിലപ്പോൾ നിങ്ങളുള്ളത്. അത് മറിച്ച് നേരെ മടക്കി വൃത്തിയാക്കി വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം എന്ത് ഭംഗിയാ കാണാൻ. ആ രീതിയിലേക്ക് നിങ്ങൾ ആ പഠിക്കുന്ന രീതിയെ നിങ്ങൾ മാറ്റണം. എന്നാൽ നിഹാൽ സാറേ അതിന് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ കൃത്യമായി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നിഹാൽ സാർ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക? ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, എഡ്യൂപോയിന്റ് സ്റ്റഡി പ്ലാൻ ഇസ് എ ബെസ്റ്റ് എവർ. SLCയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഫീഡ്ബാക്ക് കിട്ടിയൊരു മെസ്സേജാണ്, സാറേ നമ്മുടെ എഡ്യൂപോയിന്റ് സ്റ്റഡി പ്ലാൻ ഇസ് എന്താണ് അമേസിംഗ് എന്ന് അവർ പറഞ്ഞു. കാരണം രാവിലെയും രാത്രിയും നമ്മുടെ ലൈവ് അവർ കൃത്യമായി അവർക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് പേര് അത് കാണുന്നുണ്ട് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ കാണുന്ന രീതിയിൽ നിങ്ങൾ ചേഞ്ച് വരുത്തണം. നിങ്ങൾ മെജോറിറ്റി ആളുകളും ആ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് കണ്ടുപോയോണ്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിലേക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നിങ്ങളുടെ കയ്യിൽ വേണം. എന്നിട്ട് ആ ഒരു ക്ലാസ്സിനെ നിങ്ങൾ ആ ക്ലാസ് നിങ്ങൾ കണ്ട് പഠിക്കാൻ വേറെ സമയമല്ല, ആ ക്ലാസ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ റിവിഷൻ ക്ലാസ് ആക്കി നിങ്ങൾ മാറ്റണം. ക്ലാസ് കാണുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നു, കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നു. ആ രീതിയിൽ നിങ്ങൾ അതിനെന്ത് ചെയ്യണം? കാണാൻ നിങ്ങൾ ആ രീതിയിൽ അതിനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ആ രീതിക്ക് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മക്കളെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഫോളോ ചെയ്യാൻ സാധിക്കും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ലൈവിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഷോർട്ട് നോട്ട് തയ്യാറാക്കണം. ദിറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. നിങ്ങൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കി തന്നെ നിങ്ങൾ പഠിക്കണം. അത് സോഷ്യൽ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഓരോ ചാപ്റ്റേഴ്സും. ഇനി സോഷ്യലിന്റെ കാര്യം ഞാൻ അന്ന് ലൈവിൽ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഷോർട്ട് നോട്ട് തയ്യാറാക്കുന്നത്. ഇനി മാത്സിന്റെ കാര്യം നോക്കി. നിങ്ങൾ ഒരു മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുക, ചാപ്റ്റർ 1. ആ ചാപ്റ്ററിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. ആ ഇക്വേഷൻസ് എന്തൊക്കെയാണുള്ളത് പ്രധാനമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. അങ്ങനെ ചാപ്റ്റർ മൊത്തം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ പരീക്ഷ തലേന്ന് ചാപ്റ്റർ 1 വായിക്കുമ്പോൾ ആ ഇക്വേഷൻസ് ഈ ചാപ്റ്റർ ആണോ അല്ലേ, സെക്കൻഡ് ചാപ്റ്റർ ഇന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് കാര്യം അല്ലേ എന്ന രീതിയിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് വരണം. ഇതുപോലെ തന്നെയാണ് ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാ ചാപ്റ്ററിന്റെയും ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ തയ്യാറാക്കിയ ഷോർട്ട് നോട്ടാ. അത് മറ്റൊരാൾക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. പരീക്ഷ തലേ ദിവസം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് റിവൈസ് ചെയ്യാൻ സാധിക്കണം. ആ രീതിയിലാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ചാപ്റ്റർ ഷോർട്ട് നോട്ട് തയ്യാറാക്കി നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നല്ലോ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ. അതിൽ എന്താ ഞാൻ എഴുതിയത്? ഫസ്റ്റ് ജസ്റ്റ് മൈഗ്രേഷൻ എഴുതി. അതുപോലെ തന്നെ 16-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 13 ഇങ്ങനെ ഞാൻ എഴുതിയത്. എന്താ സാറേ ഡേറ്റ് ആണോ? അത് എനിക്ക് മനസ്സിലാവുന്നത് എന്താ സംഭവം? 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച മൈഗ്രേഷൻ 18th സെഞ്ചുറി ആയപ്പോഴേക്കും 13 കോളനികൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. എനിക്ക് മനസ്സിലാവാൻ ഞാൻ എഴുതിയതാ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ തയ്യാറാക്കി വെക്കുക തന്നെ വേണം. അപ്പോൾ കൃത്യമായി നമ്മുടെ സ്റ്റഡി പ്ലാന്റെ കൂടെ ആ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും വെച്ച് ഇരുന്ന് പഠിക്കുക. കൂടെ ഒരു സ്റ്റഡി നോട്ട് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ മക്കളെ പഠിച്ച കാര്യം എവിടെയും മറന്നുപോലെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും. റിവൈസ് ചെയ്യണം. മനുഷ്യന്മാരെ മറന്നുപോകും. നമുക്ക് ഒരുപാട് സബ്ജക്ട് പഠിക്കാനുണ്ട്. ആ രീതിയിൽ നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കുക. ഇനി അധികം സമയമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ചിന്തിച്ചിരിക്കാൻ, ആലോചിച്ചിരിക്കാൻ സമയം മണിക്കൂറുകൾ മാത്രം പരീക്ഷയ്ക്കുള്ളത്. മണിക്കൂറുകൾ മാത്രം. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇനിയും സമയമുണ്ട്. അത്രേ ഞാൻ പറയൂ. പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ. സോ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതിന് കൂടെ തന്നെ ഒരു ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട. നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും പറഞ്ഞ റൂളാണ് 30 മിനിറ്റ്സ് റൂൾ. 30 മിനിറ്റ് നിങ്ങൾ പഠിച്ചോ, ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തോ, വീണ്ടും ആ 30 മിനിറ്റ്സിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ തീരെ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ കാര്യം തരോ, ഞാൻ സാർ ഞാനൊരു 5 മിനിറ്റ് പഠിക്കാൻ വേണ്ടി പോകും, വെറേ 5 മിനിറ്റ് ഞാൻ പഠിക്കുള്ളൂ, അങ്ങനെ തന്നെ നിങ്ങൾ തുടങ്ങിക്കോ. ഞാനൊരു 5 മിനിറ്റ് പഠിക്കാൻ വേണ്ടി പോവാ. 5 മിനിറ്റ് പഠിക്കാൻ ഇരുന്നാൽ അത് ഒബ്വിയസ്ലി അത് നീണ്ടുപോകും, ഒരു സംശയമില്ല. അപ്പം നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാം,
പഠനത്തിൽ നിങ്ങൾ കൊണ്ടുപോയി ഇരുത്തണം. ഇനി അടുത്ത കാര്യം എന്താ, നിങ്ങൾ പ്രീവിയസ് നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മാക്സിമം നോക്കണം. ആ ക്വസ്റ്റ്യൻ പാറ്റേണും ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയും ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങളൊന്ന് കണ്ട് ശീലിക്കണം. അപ്പോൾ നിങ്ങളെ കോൺഫിഡൻസ് അത് വല്ലാണ്ട് കൂട്ടും. അതുപോലെ തന്നെ പിന്നെ എന്താ, നിങ്ങളുടെ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് നിങ്ങൾ ടീച്ചേഴ്സോട് ചോദിക്കുക. നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സാണ് ഡൗട്ട് ക്ലിയർ സെഷനിൽ ചോദിക്കുക. ചോദിച്ച് തന്നെ അങ്ങ് മനസ്സിലാക്കുക. പിന്നെയുള്ള കാര്യം എന്താ, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യം. കോൺഫിഡൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യുക? ഈ 3 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കയറും. ഒന്നും പഠിക്കാത്തവനാണ് കോൺഫിഡൻസ് ഉണ്ടാവാതിരിക്കുക. അവൻ ടെൻഷനാണ്, ഞാൻ ഒന്നും ഇതുവരെ പഠിച്ചില്ല, പരീക്ഷ എന്തായാലും എന്ത് ചെയ്യും, എനിക്ക് ടഫായിരിക്കും എന്ന തോട്ട് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ കുറച്ച് പഠിച്ച് തുടങ്ങുന്നവന് അവന് മനസ്സിലാവുന്നില്ല, ഞാൻ കുറേ കാര്യങ്ങൾ പതുക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ കോൺഫിഡൻസ് നമുക്ക് വരും. പഠിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഡബിൾ ഹൈറ്റിലേക്ക് പൊങ്ങും. ലാസ്റ്റ് വൺ ഈസ് പിയർ ഗ്രൂപ്പ് സപ്പോർട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സിന് സപ്പോർട്ട് ഭയങ്കര. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു പിയർ ഗ്രൂപ്പ്, നിങ്ങളുടെ ഒരു എന്താണ് പിന്നെ ആ ഒരു കമ്പൈൻസിൽ നിങ്ങൾക്ക് വർക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ അതും എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. കുറച്ച് ദിവസമുള്ളൂ, ഇനി നോക്കി നിൽക്കാൻ ചിന്തിക്കാൻ സമയമില്ല. ഈ മൊമെന്റിൽ നിങ്ങൾ അങ്ങ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഈ മൊമെന്റിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു പ്രോബ്ലം, ഈ പബ്ലിക് എക്സാം നിങ്ങളത് എന്ത് ചെയ്യാൻ സാധിക്കും, അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. 50 മാർക്ക് അല്ലെങ്കിൽ A+ലേക്ക് തന്നെ നിങ്ങളെ മാർക്കിന് എത്താൻ വേണ്ടി സാധിക്കും. സോ ഈ 2 കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും എടുത്ത് പഠിക്കുക, കൂടെ ഈ ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ കൺസേൺ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾവേസ് എഡ്യൂപോർട്ട് നിങ്ങളെ കൂടെ വേണ്ടി ഇത്തവണ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം സ്കോർ നമ്മളെ എക്സാമിൽ നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം പരീക്ഷ ചോദിക്കൂ. പഠിച്ച കാര്യങ്ങളെ ചോദിക്കണം, പഠിക്കണം. പഠിച്ച കാര്യങ്ങളെ ചോദിക്കുന്ന കോൺഫിഡൻസിൽ പോസിറ്റീവ് മൈൻഡിൽ നിൽക്കുക. ബാക്കി നമുക്ക് വരുന്ന വിളിച്ച് കാണാം. ഓൾ ദി ബെസ്റ്റ്.